എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ബ്രൊക്കോളി വെച്ചിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരി ഉണ്ടാക്കിയെടുത്താലോ? ബ്രൊക്കോളി വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ള ഒരു വെജിറ്റബിൾ ആണെന്നാണ് പറയുന്നത്. എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ല അല്ലേ? നമുക്കിത് വെച്ചിട്ട് നല്ലൊരു ഉപ്പേരി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ബ്രൊക്കോളിയൊക്കെ കട്ട് ചെയ്തെടുത്തു. നല്ല നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. ഞാനിപ്പോൾ ഇങ്ങനെ തണ്ടോട് കൂടിയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി കഴുകിയതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ബ്രൊക്കോളിക്ക് നാട്ടിൽ കുറച്ച് വില കൂടുതലല്ലേ? ഇവിടെ ലണ്ടനിൽ അത്ര വിലയില്ല. നാട്ടിലത്തെ ഒരു 50 റുപ്യൊക്കെ ഉണ്ടാവുള്ളൂ ഇവിടെ. അപ്പോൾ അങ്ങനെ ഏതായാലും ഒന്ന് വാങ്ങിച്ചു. ഇതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഈ ഉപ്പേരി. ബ്രൊക്കോളി നമുക്ക് ഒരു പാനിലേക്ക് നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രമാണിത്. അതിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, വളരെ കുറച്ച് വെള്ളം മതി കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പിടുക, ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം അടി പിടിക്കുന്നുണ്ടോ എന്നൊക്കെ. വേവട്ടെ, ഒന്ന് നന്നായി വെന്താലേ ഇതിനൊരു ടേസ്റ്റ് ഉള്ളൂ. ഇവിടുത്തെ കിച്ചൺ ഗാർഡൻ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇതൊക്കെ ഡബിൾ ബീൻസൊക്കെയാണ്. തക്കാളിയൊക്കെ ഉണ്ട്. തക്കാളി പൂവിട്ടിട്ടുണ്ട്. തക്കാളി ചെടി കണ്ടു, പൂവിട്ട് കഴിഞ്ഞു. ബ്രൊക്കോളി നന്നായിട്ട് വെന്തു. കുറച്ച് വെള്ളമുണ്ട്, അതും കൂടി ഒന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ ഉപ്പേരി റെഡിയായി, അല്ലെങ്കിൽ സ്റ്റർ ഫ്രൈ എന്നും പറയാം. ബ്രൊക്കോളി നന്നായി വെന്ത് കഴിഞ്ഞു. നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കാം. അടുത്തതായി കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. വേറെ ഓയിൽ ചേർക്കുന്നില്ല, ബട്ടർ മാത്രമാണ് ചേർത്ത് കൊടുത്തത്. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ബട്ടർ ചേർക്കുക. ഇത് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബട്ടർ ചേർക്കും. നന്നായി മിക്സ് ചെയ്യുക. റെഡി ആയി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രൊക്കോളി ഉപ്പേരി റെഡി. ഇനി ഒന്നും ഇതിൽ ചേർക്കാനില്ല. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബ്രൊക്കോളി ഉപ്പേരി, അല്ലെങ്കിൽ സ്റ്റർ ഫ്രൈ എന്നോ എന്തെങ്കിലും പറയാം. വെള്ളം കുറച്ച് ഒഴിച്ചതുകൊണ്ടാണ് ഇത് നന്നായി വെന്ത് കിട്ടിയത്. വേവാതെ നോക്കി, നല്ല ഡ്രൈ ആയിട്ട് നോക്കിയപ്പോൾ അത്രയൊരു ടേസ്റ്റ് തോന്നിയില്ല. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. എല്ലാവരും കിട്ടിയാൽ ട്രൈ ചെയ്ത് നോക്കൂ.